ദില്ലി കേരള ഹൌസിലെ ബീഫ് നിരോധനത്തിനെതിരെയും പോലീസ് നടപടിക്കെതിരെയും വ്യാപക പ്രതിഷേധം. ഇടത് എംപിമാർ കേരള ഹൌസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉമ്മൻചാണ്ടി RSSനോട് അമിത വിധേയത്വം കാണിക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ബീഫിന്റെ പേരിൽ കേരള ഹൌസിൽ ദില്ലി പോലീസ് പരിശോധന നടത്തിയതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. കേരള ഹൌസ് സംഭവം കേരളത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ദില്ലിയിൽ കുറ്റപ്പെടുത്തി. പരിശോധനയുടെ പേരിൽ ബീഫ് വിഭവങ്ങൾ നൽകുന്നത് നിർത്തിയതിനെതിരെ ഇടത് എംപിമാരും കേരള ഹൌസ് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ഈ ധർണയിലാണ് പിണറായി വിജയൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. ബീഫ് നിർത്തിയതിലൂടെ അതിവിധേയത്വം RSSനോട് ഉമ്മൻചാണ്ടി കാട്ടിയതായും പിണറായി കുറ്റപ്പെടുത്തുകയുണ്ടായി. വർഗീയ അജണ്ട നടപ്പിലാക്കുന്നതും നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോസ്റ്റുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇടത് എംപിമാരുടെ പ്രതിഷേധം. അതിനുശേഷം ദില്ലിയിലെ മലയാളി പത്രപ്രവർത്തകരും പ്രതിഷേധ ധർണ നടത്തുകയുണ്ടായി. എന്തായാലും ഡൽഹി കേരള ഹൌസ് അധികൃതർ ഇതുവരെ ബീഫ് നൽകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ബീഫ് നൽകരുത് എന്ന് ഉന്നതങ്ങളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതായി ക്യാന്റീൻ ജീവനക്കാർ കൈരളി പീപ്പിളിനോട് പറയുകയുണ്ടായി. അതേസമയം ഉച്ചയോടുകൂടി കേരളത്തിൽ നിന്നുള്ള ജിജി തോംസൺ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടു. ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ വിശദമായി തന്നെ കാര്യങ്ങൾ അറിഞ്ഞു. പക്ഷെ അപ്പോഴും എന്ത് നടപടി എടുക്കും, ബീഫ് നൽകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. എന്നാൽ കേരള ഹൌസിൽ ഇന്നലെ ഉണ്ടായ നടപടികൾക്കെതിരെയും വ്യാജ പരാതി നൽകിയതിനെതിരെയും റെസിഡന്റ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രേഖാമൂലം ഡൽഹി പോലീസിന് ഒരു പരാതി നൽകിയിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. ധന്യ. സന്തോഷ് സർലിംഗ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ചന്ദ്രബോസ് കേസിലെ ഒന്നാം സാക്ഷി അനൂപ് വീണ്ടും മൊഴി മാറ്റി. ഇന്ന് അനൂപ് മൊഴി നൽകിയത് ആ രീതിയിലാണ്. ഇന്നലെ അനൂപ് പ്രോസിക്യൂഷനെതിരായി മൊഴി നൽകിയിരുന്നു. സാക്ഷി വിസ്താരത്തിന്റെ ആദ്യ ദിവസം കൂറിമാറിയ ഒന്നാം സാക്ഷി അനൂപാണ് ഇന്ന് കോടതിയിൽ മൊഴി മാറ്റിയത്. നിസാമിന്റെ ബന്ധുക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഇന്നലെ പ്രോസിക്യൂഷന് എതിരായി മൊഴി നൽകിയതെന്ന് അനൂപ് കോടതിയിൽ പറഞ്ഞു. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദത്തെ സാധൂകരിക്കുന്നതാണ് അനൂപിന്റെ മൊഴി. ജനുവരി 29 പുലർച്ചെ ശോഭ സിറ്റിയിൽ വെച്ച് നിസാമും ചന്ദ്രബോസും തമ്മിൽ തർക്കമുണ്ടായതായും നിസാം ചന്ദ്രബോസിനെ മർദ്ദിച്ചതായും അനൂപ് പറഞ്ഞു. ചന്ദ്രബോസിനെ അപകടപ്പെടുത്താൻ ഉപയോഗിച്ച ആഡംബര വാഹനവും മർദ്ദിക്കാൻ ഉപയോഗിച്ച ബാറ്റണും അനൂപ് തിരിച്ചറിഞ്ഞു. കേസിന്റെ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി കളവാണെന്നാണ് ഇന്നലെ അനൂപ് കോടതിയിൽ പറഞ്ഞത്. താൻ കൂറുമാറിയ വാർത്ത മാധ്യമങ്ങളിൽ വന്നതോടെ തനിക്കും കുടുംബത്തിനുമുണ്ടായ അപമാനവും കുറ്റബോധവുമാണ് ഇന്ന് നിസാമിനെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിച്ചത്. അനൂപിനെ ഭീഷണിപ്പെടുത്തിയ നിസാമിന്റെ സഹോദരൻ റസാഖിനെതിരെ കേസെടുക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. നേരത്തെ സാക്ഷികൾക്ക് വേണ്ട സംരക്ഷണം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചന്ദ്രബോസ് വധക്കേസിലെ സാക്ഷികളുടെ കൂറുമാറ്റം പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമപരമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസിലെ സാക്ഷികൾക്ക് സംരക്ഷണം നൽകുമെന്നും ആരോപണ വിധേയനായ മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഒന്നാം സാക്ഷിയുടെ കൂറുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആ കാര്യങ്ങൾ പരിശോധിക്കും. നിയമപരമായ എല്ലാ വശങ്ങളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും സാക്ഷിക്ക് ഭീഷണിയോ സമ്മർദ്ദങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഞാൻ തൃശൂർ റേഞ്ച് IG-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അമിത് മിശ്ര ബാംഗ്ലൂരുവിൽ അറസ്റ്റിൽ. 34-കാരിയെ കയ്യേറ്റം ചെയ്യാനും ലൈംഗികമായി ഉപദ്രവിക്കാനും ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ബോളിവുഡ് നിർമ്മാതാവായ വന്ദന ജെയിനിന്റെ പരാതിയിൽ ബാംഗ്ലൂരു പോലീസാണ് അമിതിനെ അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരുവിലെ ഒരു ഹോട്ടലിൽ അമിതിനെ സന്ദർശിക്കാനെത്തിയപ്പോൾ താൻ വാക്കാലും ശാരീരികമായും അപമാനത്തിനും പീഡനത്തിനും ഇരയാക്കാൻ ശ്രമിച്ചെന്നാണ് വന്ദനയുടെ പരാതി. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ ബംഗാൾ ടൈഗേഴ്സ് ടീമിന്റെ സഹ ഉടമ കൂടിയാണ് വന്ദന. സെപ്റ്റംബർ 25-നാണ് സംഭവമുണ്ടായത്. അറസ്റ്റ് ചെയ്ത അമിതിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. തിരുവനന്തപുരത്ത് ആദായ നികുതി ഓഫീസിൽ CBI റെയ്ഡ്. കേരളത്തിലെ ഇൻകം ടാക്സ് കമ്മീഷണർ അനിൽ ഗോയലിനെ CBI ചോദ്യം ചെയ്തു. ഇന്തോനേഷ്യയിൽ പിടിയിലായ ഛോട്ടാ രാജുനെ ഇന്ത്യയിൽ വെച്ച് വധിക്കുമെന്ന് അധോലോക നായകൻ ഛോട്ടാ ഷക്കീൽ. അതേസമയം ഛോട്ടാ രാജുനെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഓസ്ട്രേലിയൻ പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യൻ പോലീസ് പിടികൂടിയ അധോലോക നായകൻ ഛോട്ടാ രാജനെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം ഛോട്ടാ രാജനെ ഇന്ത്യയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ഛോട്ടാ രാജനെ ജീവനോടെ വയ്ക്കില്ലെന്നും
ഇന്ത്യയിൽ വെച്ച് തന്നെ വധിക്കുമെന്നും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായി ചോട്ടാ ഷക്കീൽ പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റിനെ ചോട്ടാ രാജനെ ലഭിച്ചാലും നിയമ നടപടിക്രമങ്ങൾ രാജനുമേൽ ചുമത്തുമോ എന്ന് സംശയമുണ്ട്. അതിനാൽ രാജനുള്ള ശിക്ഷ തങ്ങൾ തന്നെ നടപ്പാക്കുമെന്നും ദാവൂദിന്റെ കൂട്ടനുയായി വ്യക്തമാക്കി. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചോട്ടാ ഷക്കീലിന്റെ വെളിപ്പെടുത്തൽ. 2000-ൽ ബാങ്കോക്കിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും രാജൻ സാഹസികമായി രക്ഷപ്പെട്ടു. 1993-ലെ മുംബൈ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞ ചോട്ടാ രാജൻ 2001-ൽ ദാവൂദ് സംഘത്തിലെ ശരത് ഷെട്ടിയെയും കൊലപ്പെടുത്തിയിരുന്നു. അതേസമയം ചോട്ടാ രാജനെ വിട്ടുകിട്ടുമ്പോൾ മുംബൈയിൽ എത്തിക്കണമെന്ന് മഹാരാഷ്ട്ര ആഭ്യന്തര സഹമന്ത്രി രാം കദം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. SNDP ചങ്ങനാശ്ശേരി യൂണിയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. സാമുദായിക സ്പർദ്ധ വളർത്തി വോട്ട് മറിക്കാൻ ആഹ്വാനം നൽകുന്ന നോട്ടീസ് പുറത്തിറക്കിയതിനാണ് നോട്ടീസ്. CPIM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AV റൊസൽ നൽകിയ പരാതിയിലാണ് നടപടി. 14/10/2015 SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പുറത്തിറക്കിയ നോട്ടീസാണ് പരാതിക്കിടയാക്കിയത്. ദൈവമായ ശ്രീനാരായണ ഗുരുദേവനെ ആക്ഷേപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശിക്ഷ നൽകണമെന്നും തെരഞ്ഞെടുപ്പിൽ SNDPയുടെ പ്രതിഷേധം വോട്ടായി രേഖപ്പെടുത്തി CPM സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്നുമാണ് നോട്ടീസിന്റെ ഉള്ളടക്കം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 121, കേരള മുനിസിപ്പാലിറ്റി ആക്ട് 145 വകുപ്പുകൾ പ്രകാരം സാമുദായിക അംഗങ്ങളിൽ സ്പർദ്ധ വളർത്തുന്നതാണ് പ്രസ്തുത നോട്ടീസ്. പരാതിയിന്മേൽ ഈ മാസം 30-ന് SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് KV ശശികുമാറിനോടും സെക്രട്ടറി PM ചന്ദ്രനോടും ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നോട്ടീസ് അച്ചടിച്ച തുരുത്തിയിലെ ജിയോഗ്രാഫിക്സിനും നോട്ടീസ് അയച്ചു. കുറ്റം തെളിഞ്ഞാൽ 3 വർഷം തടവോ 10,000 രൂപയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RMP UDF ധാരണയ്ക്ക് കൂടുതൽ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ഒഞ്ചിയത്ത് RMPക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് UDF ലഘുലേഖ പുറത്തിറക്കി. UDFന് സ്ഥാനാർത്ഥിയില്ലാത്ത വാർഡിൽ RMPക്ക് വോട്ട് നൽകാൻ UDF നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വടകര ഉഞ്ചിയ മേഖലകളിൽ RMPയും UDFും തമ്മിലുണ്ടാക്കിയ കൂട്ടുകെട്ടിന്റെ പുതിയ തെളിവുകളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. ഒഞ്ചിയം, ഏറാമല, അഴിയൂർ, ചോറോട് ഗ്രാമപഞ്ചായത്തുകളിലും ചില ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും RMP സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് UDF നേതാക്കൾ പുറത്തിറക്കിയ ലഘുലേഖ പീപ്പിളിന് ലഭിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനറുടെയും ചെയർമാന്റെയും പേരിൽ പുറത്തിറക്കിയ ലഘുലേഖയിൽ UDF മത്സരിക്കാത്ത വാർഡുകളിൽ RMPക്ക് വോട്ട് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒഞ്ചിയ മേഖലയിൽ പല വാർഡുകളിലും UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ലെന്നും ഇവിടങ്ങളിൽ RMP സ്ഥാനാർത്ഥികൾക്കായിരിക്കും UDF പ്രവർത്തകരുടെ വോട്ടെന്നും DCC പ്രസിഡന്റ് KC അബു കഴിഞ്ഞ ദിവസം പീപ്പിൾ TVയോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് UDF നേതൃത്വം RMP സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. UDF RMP സഖ്യം ഒഞ്ചിയത്തെ പ്രധാന പ്രചാരണ വിഷയമായിരിക്കുകയാണ്. CPIM ഏരിയ സെക്രട്ടറി EM ദയാനന്ദൻ. RMP UDF സഖ്യമെന്ന് പറയുന്നതിനേക്കാളേറെ RMPയും UDFും ചേർന്ന മുന്നണിയാണ് ശരിക്കും ഇവിടെ മത്സരത്തിൻ്റെ ഗോതയിലുള്ളത്. അതിനിടെ RMP നേതാക്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. RMP UDF സഖ്യം സംബന്ധിച്ച ചർച്ചകളാണ് കൂടിക്കാഴ്ചയിൽ നടന്നതെന്നാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പിൽ അന്തിമ പോരാട്ടം UDFും LDFും തമ്മിലെന്ന് AK ആന്റണി. സെമിഫൈനലിൽ BJP പുറത്താകും. SNDP BJP സഖ്യത്തിൽ ഇരുപക്ഷവും ദുഃഖിക്കും. മൂന്നാം മുന്നണി കേരളത്തിൽ ചിലവാകില്ലെന്നും AK ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. SNDP BJP തന്നെ മൂന്നാം സെമിഫൈനലിൽ തള്ളി ഔട്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ലേ. SNDP BJP മുന്നണി അത് ഞാൻ കേരളത്തിൽ മുഴുവൻ കാണുന്നില്ല, ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കാണുമ്പോൾ. ആദ്യം കെട്ടിഘോഷിച്ചതുപോലെ കേരളമൊട്ടാകെ ഒരു BJP SNDP മുന്നണി ഞാൻ കാണുന്നില്ല. ഞങ്ങൾക്ക് നോക്കാറുണ്ട്. എൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൂന്നാം മുന്നണി കേരളത്തിൽ ചിലവാകത്തില്ല. ജനങ്ങൾ തള്ളിക്കളയും. പിന്നെ അവസാന ഇലക്ഷൻ കഴിയുമ്പോൾ ഇലക്ഷനെക്കുറിച്ചുള്ള പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ കണക്കെടുക്കുമ്പോൾ ഈ മുന്നണിയുടെ പേരിൽ BJPയും ദുഃഖിക്കും, SNDP നേതൃത്വവും ദുഃഖിക്കും. അന്നൊരു ധാരണയുണ്ടായിരുന്നു, അത് വിജയിച്ചില്ല. അതിൻ്റെ പേരിലായിരുന്നൊരു ആക്ഷേപം. അന്നത്തെ അതിൻ്റെ പേരിൽ അതെന്നല്ലേ പാഠം പഠിച്ചിട്ടുള്ളത്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല.